വന്ദേമാതരം മഹർഷി അരവിന്ദന്റെ അഭിപ്രായ പ്രകാരം ഇറ്റ് വാസ് എ സേക്രഡ് മന്ത്ര charged with a mighty power revealed again to the nation through Ananda Matha by Bankim Chandra, an inspired rishi. ഇവിടെ രണ്ടു മൂന്ന് പദങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റിവീൽഡ് എഗെയിൻ എന്നൊരു പ്രയോഗം മഹർഷി അരവിന്ദൻ നടത്തുന്നുണ്ട്. വന്ദേമാതരം വീണ്ടും വെളിവാക്കപ്പെട്ടു എന്ന്. അതിന് രണ്ടർത്ഥമുണ്ട് എന്നാണ് തോന്നുന്നത്. ഒന്ന്, 1875 എഴുതപ്പെട്ടതാണെങ്കിലും അത് ആനന്ദമഠത്തിലൂടെ പുറത്തു വരുന്നത് ഏതാണ്ട് 6-7 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ അതുകൊണ്ട് ആനന്ദമഠത്തിലൂടെ വീണ്ടും റിവീൽ ചെയ്യപ്പെട്ടു എന്ന അർത്ഥം എടുക്കാം. പക്ഷെ അതിനപ്പുറം അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് എന്ന് പലപ്പോഴും അത് വായിക്കുമ്പോൾ തോന്നാറുണ്ട്. ദാറ്റ് മൈറ്റി പവർ, അസാധാരണമായ അത്യുഗ്രമായ കരുത്തിനെ ഗർഭം ധരിച്ചിരിക്കുന്ന ഈ മഹാമന്ത്രം വീണ്ടും വെളിപ്പെട്ടു എന്ന് ഋഷിയായ അരവിന്ദൻ പറയുമ്പോൾ അതിന് തീർച്ചയായും ഉള്ള അർത്ഥം, മറ്റൊരർത്ഥം, അനാദികാലം മുതലേ ഉള്ള ഭാരതത്തിന്റെ മാതൃപൂജാ സങ്കല്പവും പ്രവൃത്തിയും അത് വേദകാലത്തും ഉണ്ടായിരുന്നു, വേദപൂർവകാലത്തും ഉണ്ടായിരുന്നു. ഇപ്പൊ വേദത്തിൽ എന്തെങ്കിലും വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വേദകാലത്തിന് മുമ്പേ ഉണ്ടായിരുന്നിരിക്കണം എന്ന് ഊഹിക്കുന്നതാണ് കൂടുതൽ ശരി. അപ്പൊ അങ്ങനെ വരുമ്പോ വേദപൂർവകാലം മുതലേ ഭാരതീയന്റെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിരുന്ന ഒന്നാണ് അമ്മയായി നാടിനെ കാണുക എന്നത്. അഥർവവേദത്തിലെ പ്രസിദ്ധമായ വരി പരിഷത്തിന്റെ പ്രവർത്തകരൊക്കെ എപ്പോഴും ഉദ്ധരിക്കുന്നതാണ്. മാതാ ഭൂമി പുത്രോഹം പൃഥിവിയ. ഇത് മാതാവാണ്, ഈ ഭൂമി മാതാവാണ്, നമ്മൾ ഓരോരുത്തരും ഈ അമ്മയുടെ മക്കളാണ് എന്ന് അഥർവവേദത്തിൽ കാണാം. വേദകാലത്ത് മാത്രമല്ല, അതിന് ശേഷമുള്ള കാലഘട്ടം, ഇപ്പൊ പുരാണങ്ങളുടെ കാലഘട്ടം വരുമ്പോ വിഷ്ണു പുരാണത്തിൽ